വെള്ളരിമലയിലെ ഒരു വിദ്യാർത്ഥിനെ ഞങ്ങൾ ഇന്നലെ കണ്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ ആഗ്രഹം, കൂടെ ഉണ്ടായിരുന്ന 3 കുട്ടികൾ നഷ്ടപ്പെട്ടു. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. ഒരു കുട്ടി ഇപ്പോൾ ക്യാമ്പിലുണ്ട്. ആ സ്കൂൾ എങ്ങനെയെങ്കിലും അവിടെ തന്നെ ഒന്ന് വൃത്തിയാക്കി തരണം എന്നുള്ളതാണ് ആ കുഞ്ഞ് പറഞ്ഞത്. എന്തായാലും വെള്ളരിമല സ്കൂൾ പുനർനിർമ്മിക്കുമെന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം വളരെ ആശ്വാസകരമാണ് ഈ വിദ്യാർത്ഥിനികൾക്കെങ്കിലും. മരണം മലയിറങ്ങിയ മുണ്ടക്കയിലെ ഏറ്റവും വലിയ നൊമ്പര കാഴ്ചകളിലായിരുന്നു ഈ വെള്ളാർമല സ്കൂൾ. ദുരന്തത്തിൻ്റെ തേങ്ങലിലും ചൂരൽമലയിലെ നാട്ടുകാർക്ക് സ്കൂൾ കെട്ടിടത്തോട് വലിയ കടപ്പാടാണുള്ളത്. അതൊരു അക്ഷര കേന്ദ്രം മാത്രമായിരുന്നില്ല, ഇപ്പോൾ അതൊരു ജീവൻ്റെ കാര്യത്തിലൊരു അക്ഷയ കേന്ദ്രം കൂടിയാണ്. മുണ്ടക്കയിൽ നിന്ന് അതിശക്തിയോടെ ഒലിച്ചു വന്ന മണ്ണും ചെളിയും വലിയ മരങ്ങളെയും ഒക്കെ തടഞ്ഞു നിർത്തിയത് നാടിൻ്റെ അഭിമാനമായ സ്കൂളാണ്. ആ സ്കൂൾ കെട്ടിടമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചൂരൽമല എന്ന നാട് തന്നെ അപ്രത്യക്ഷമായേനെ. മേപ്പാടിയിൽ വെള്ളാർമലയുടെ താഴെയായി പുഴയുടെ ഓരം ചേർന്നുള്ള സ്കൂൾ. വയനാടിന്റെ ഉൾപ്രദേശത്ത് അറിവിന്റെ പ്രകാശം എത്തിച്ച വിദ്യാലയം. അറിവിനപ്പുറത്ത് ദുരിതകാലത്തെല്ലാം ആശ്വാസമാകുന്ന ചൂരൽമലക്കാരുടെ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു പ്രദേശത്തിന്റെ ജീവനാഡി. അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നില്ല ഇപ്പോൾ. തകർന്നയൊരു കെട്ടിടവും ചെളിയും കല്ലും മരങ്ങളും മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ കഴിയുന്നത്ര ചെളിയും കല്ലുകളും തടഞ്ഞു നിർത്താൻ ആ വിദ്യാലയം ശ്രമിച്ചിരുന്നു. വെള്ളാർമല സ്കൂളിന് നഷ്ടമായത് 32 കുഞ്ഞുങ്ങളെയാണ്. 20 പേർ ഇനിയില്ലെന്ന് ഉറപ്പായി. വേരറ്റുപോയ മണ്ണും കുന്നിറങ്ങിയ വെള്ളവും ആർത്തലച്ചെത്തിയ രാത്രിയിൽ വീടുകളിൽ നിന്ന് പല വഴിയിൽ ചിതറിയോടിയവരാണിവർ. പലരും മണ്ണിൽ പൂണ്ടു കിടപ്പുണ്ടാവണം. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും കൂട്ടുകാരിൽ ചിലരെങ്കിലും ജീവനോടെ തിരികെ എത്തുമെന്നും ആശിക്കുകയാണ് സഹപാഠികളും അധ്യാപകരും ഉറ്റവരും. ഈ സ്കൂളിലുള്ള കുട്ടികൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടതുണ്ട്, അവരുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളെ ആകെ ഇത്രയേറെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. പഠിക്കാൻ പോകണമെങ്കിൽ സ്കൂൾ വേണം. പുസ്തകങ്ങളും ബാഗും മഴ നനയാതിരിക്കാൻ കുടയും വേണം. യൂണിഫോമും കഴുത്തിൽ ID കാർഡുമെല്ലാം ഉണ്ടാകണം. ഉരുൾ ദുരന്തത്തിൽ ഇവയെല്ലാം നഷ്ടപ്പെട്ട് 17 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്ന 627 വിദ്യാർത്ഥികൾ മഹാദുരന്തത്തിന് ശേഷം തിങ്കളാഴ്ച സ്കൂൾ തുറന്നതിനെക്കുറിച്ച് ചിന്തിച്ചുപോലുമില്ല. സ്കൂളും പഠനവുമില്ലാത്ത, തിരിച്ചുവരവില്ലാത്ത ലോകത്തേക്ക് എത്ര കൂട്ടുകാർ പോയെന്നോ, മണ്ണിൽ പുതഞ്ഞ് ഇനിയും കണ്ടെത്താത്ത പ്രിയപ്പെട്ടവർ എത്രയെന്നോ കുട്ടികൾക്കറിയില്ല. മോർച്ചറിയിൽ കുഞ്ഞുങ്ങളുടെ മൃതശരീരം തിരിച്ചറിയാനെത്തിയ അധ്യാപകരുടെ കണ്ണുകൾ ഇതുവരെയും തോർന്നു തീർന്നിട്ടുമില്ല.